നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 മേടമാസം 26 അതായത് ശകവർഷപ്രകാരം 1947 വൈശാഖ മാസം 19 ശുക്ലപക്ഷ ദ്വാദശി തിഥി വരുന്ന ദിവസം, വെള്ളിയാഴ്ച, അത്തം നക്ഷത്രം വരുന്ന ദിവസം, ഉത്തരായന കാലം, വസന്ത ഋതുവിൽ 9/5/2025 സൂര്യോദയം 6:09 AM സൂര്യാസ്തമനം 6:34 PM രാഹുകാലം 10:48 AM മുതൽ 12:21 PM വരെയും, ഗുളികകാലം 7:41 AM മുതൽ 9:15 AM വരെയും, യമകണ്ഠകാലം 3:27 PM മുതൽ 5:01 PM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ പ്രത്യേകിച്ച് 11:57 AM മുതൽ 12:19 PM വരെയും, 12:23 PM മുതൽ 12:45 PM വരെയുമാണ് അഭിജിത്ത് മുഹൂർത്തം. ചന്ദ്രാഷ്ടമം വരുന്നത് കുംഭം രാശിക്കാർക്ക്. ഇനി ഗ്രഹനില ഈ സമയത്ത്, അതായത് ഇന്നത്തെ രാശിചക്രം പറയുന്നത്, സൂര്യൻ മേടത്തിൽ നിൽക്കുന്നു, ചന്ദ്രൻ കന്നിയിൽ നിൽക്കുന്നു, ചൊവ്വ കർക്കിടകത്തിലും, ബുധൻ മേടത്തിലും, ഗുരു ഇടവത്തിലും, ശുക്രനും മന്ദനും സർപ്പിയും മീനത്തിലും, കന്നിയിൽ കേതുവും ഗുളികോദയം മിഥുനത്തിലുമായി കഴിയുന്നു. ഈ ഗ്രഹനില പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വെള്ളിയാഴ്ചയും അത്തം നക്ഷത്രവും ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച കുടുംബ ഐശ്വര്യത്തിൻ്റെ ദിവസമാണ്. ലക്ഷ്മി ദേവി കുടുംബത്തിലേക്ക് വരുന്ന ദിവസമാണെന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ ഐശ്വര്യ പൂജ, സർവൈശ്വര്യ പൂജയൊക്കെ ചെയ്യുന്നതിന് പറ്റിയ ദിവസമാണ്. നാരങ്ങാ വിളക്ക് കത്തിച്ച്, രാഹുകാലം നാരങ്ങാ വിളക്കൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റിയ ദിവസമാണ്. വീട്ടിൽ നെയ്വിളക്കൊക്കെ കത്തിച്ച് മഹാലക്ഷ്മിയെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുകയും അമ്മയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ദിവസമാണ്. കനകധാര സ്തോത്രം, മഹാലക്ഷ്മി അഷ്ടകം, അതുപോലെ മഹാലക്ഷ്മി സ്തവം, ശ്രീ ലളിതാ പരമേശ്വരിയുടെ ലളിതാ സഹസ്രനാമം ഒക്കെ ജപിക്കുക, ലളിതാ അഷ്ടോത്തരമൊക്കെ ജപിച്ചാൽ കുടുംബത്തിൽ എല്ലാവിധ ശ്രേയസ്സും ഐശ്വര്യവും നിലനിന്ന് കിട്ടും. കഴിയുന്നതും വെള്ളിയാഴ്ച ഭദ്രദീപം തെളിച്ച്, മനസ്സറിഞ്ഞ് നെയ്ദീപം തെളിച്ച് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഐശ്വര്യം നിലനിന്ന് കിട്ടുന്നത് പോലെ തന്നെ ഈ വെളുത്ത വസ്ത്രമോ പിങ്ക് അല്ലെങ്കിൽ ചെന്താമര നിറത്തിലുള്ള വസ്ത്രമൊക്കെ ധരിക്കുമ്പോൾ ആ ഐശ്വര്യം നിലനിന്ന് കിട്ടുമെന്നാണ് വിശ്വാസം. തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതിന് ശക്തിക്കൊത്തതുപോലെ വീട്ടിൽ നെയ്വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുക. ചോറ്റാനിക്കര പോലെയുള്ള ലക്ഷ്മി ക്ഷേത്രങ്ങളിലൊക്കെ ലക്ഷ്മി ഭാവത്തെ ദർശനം ചെയ്യുന്നത് അനുകൂലമാണ്. മേൽക്കാവിൽ 8 മണി മുതൽ അമ്മയുടെ സാന്നിധ്യം ലക്ഷ്മി ഭാവത്തിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. അതുപോലെ ഭഗവതി ക്ഷേത്രത്തിലൊക്കെ പോയി ദർശനം നടത്തുന്നതും എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി തരുന്നതാണ്. ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ഈ ദിവസത്തെ ഗുണഫലങ്ങൾ ഒന്ന് നോക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ സന്തോഷം അനുഭവിക്കുവാനാവും. പഠനരംഗത്ത് ശോഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. കേസുകളിലൊക്കെ വിജയസാധ്യത ഉറപ്പാണ്. കഠിനാധ്വാനത്തിലൂടെ തൊഴിലിൽ വിജയം നേടും. വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള പിന്തുണ വർദ്ധിക്കും.
തടസ്സപ്പെട്ട കാര്യങ്ങൾ വീണ്ടും പരിഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. പഠനരംഗത്ത് ലക്ഷ്യബോധത്തോടെ ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുത്ത് പഠിക്കുവാൻ സാധിക്കും. ആരോഗ്യ കാര്യങ്ങളൊക്കെ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ മാറി ശരിക്കും രോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള മരുന്നുകൾ അല്ലെങ്കിൽ മൂല്യങ്ങളൊക്കെ കണ്ടെത്തി അത് ഔഷധ സേവ നടത്തുന്നത് മൂലം രോഗങ്ങളൊക്കെ ശമിക്കുന്നതാണ്. പ്രതീക്ഷിക്കാത്ത ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. കുട്ടികളുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ അനുകൂലമായ തീരുമാനമെടുക്കാൻ പറ്റുന്ന ദിവസമാണ്. ഇഷ്ടകാര്യങ്ങൾ ചെയ്യുവാനുള്ള, അതുപോലെ തന്നെ ദൈവിക കാര്യങ്ങൾ ചെയ്യുവാനുള്ള തടസ്സങ്ങളൊക്കെ മാറി എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരും. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബ പരദേവതയെയും മഹാലക്ഷ്മിയും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഐശ്വര്യം നിലനിന്ന് കിട്ടുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യസാധ്യത്തിനായി പുതിയ വഴികൾ കണ്ടെത്തും. വീട് കൂടുതൽ സൗകര്യപ്രദമാക്കും. അതിനായി മോടി പിടിപ്പിക്കുന്നതിനൊക്കെയുള്ള ശ്രമങ്ങൾ ചെയ്യും. കായിക രംഗത്ത് ധാരാളം അവസരങ്ങൾ വന്നു ചേരും. നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരികെ പിടിച്ചെടുക്കുന്നതിനായി ഒരു തീവ്ര ശ്രമം നടത്തും. പ്രയത്നശീലം വർദ്ധിക്കും. അബദ്ധങ്ങളൊക്കെ തിരുത്തി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കും. അകന്നുപോയ ബന്ധങ്ങൾ കൂട്ടിയിണക്കുവാൻ ശ്രമിക്കും. അർഹതപ്പെട്ട ധനവും സ്വത്തുക്കളും കൈവശം വന്നു ചേരും. എതിർപ്പുകളും തടസ്സങ്ങളുമെല്ലാം തന്ത്രപൂർവം മറികടന്ന് പുതിയ ഒരു വഴിത്തിരിവിലേക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. സ്വന്തമായി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് വഴി കുറച്ച് ആത്മസംതൃപ്തിയും വന്നു ചേരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ രാശിനാഥയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ട്. ആ അനുഗ്രഹം നിലനിർത്തിക്കൊണ്ടുപോകാൻ ദൈവീകമായ ഒരു നെയ്ദീപമൊക്കെ തെളിച്ച് മഹാലക്ഷ്മി അഷ്ടകവും ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കുമ്പോൾ സൗഭാഗ്യങ്ങൾ നിലനിന്ന് കിട്ടുന്നതാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി പല തീരുമാനങ്ങൾ എടുക്കുമെങ്കിലും എല്ലാ സംരംഭങ്ങളും വിജയിക്കണമെന്നില്ല. എന്നാൽ തളരാതെ മുന്നേറാൻ പറ്റുന്ന ഒരു സമയമാണ്. സന്തതികളെ സംബന്ധിച്ച് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉയർച്ചയും അനുഭവത്തിൽ വന്നു ചേരും. പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ അനുകൂലമായി വന്നു ചേരുന്നതാണ്. തൊഴിൽ രംഗത്ത് പുതിയ മാർഗ പദ്ധതികൾ തയ്യാറാക്കും. പഠനരംഗത്ത് നല്ല അവസരങ്ങൾ ലഭിക്കും. വീട് പുതുക്കി പണിയുന്നതിനുള്ള ഒരു ആലോചന ഉണ്ടാകും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ചില കാര്യങ്ങൾ തിരികെ ലഭിക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരും. സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു സുരക്ഷിതത്വ ബോധം വന്നു ചേരും. എതിരാളികളുടെ പ്രവർത്തനങ്ങളെ മറികടക്കുവാൻ സാധിക്കും. തൊഴിൽപരമായ വലിയ പ്രതീക്ഷകൾ പൂവണിയും. വീട്ടുകാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നുമൊക്കെ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി അല്പം പുരോഗതി ലഭിക്കുന്നതാണ്. ആരോഗ്യപരമായ ആശങ്കകളൊക്കെ മാറി ജോലിയുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ അനുകൂലത്തിലാക്കുന്നതിന് സാധിക്കുന്നു. രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയെയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിക്ക് നെയ്ദീപം തെളിച്ച് ലളിതാ സഹസ്രനാമമൊക്കെ പാരായണം ചെയ്ത് മഹാലക്ഷ്മി അഷ്ടകവും കനകധാരയൊക്കെ ജപിക്കുമ്പോൾ സൗഭാഗ്യങ്ങൾ നിലനിന്ന് കിട്ടുന്നതാണ്. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ഉന്നതി ഉണ്ടാവും. ഉയർന്ന അവസരങ്ങൾ തേടിയെത്തും. സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കും. ജീവിത രീതിയിൽ പുതിയ മാറ്റങ്ങൾ വരുത്തും. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുകയും അവരുമായി നല്ല സൗഹൃദത്തിൽ ഏർപ്പെടുകയും ചെയ്യും. ആരോഗ്യകാര്യത്തിലുള്ള ആശങ്കകൾ നീങ്ങിക്കിട്ടും. പ്രിയജനങ്ങൾക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്യും.
നിയമ തടസ്സങ്ങൾ മാറും. കാര്യങ്ങളിൽ ഉൾക്കാഴ്ച വർദ്ധിക്കും. ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ഇഷ്ടയാത്രകൾ നടത്തുവാനും യോഗം കാണുന്നു. തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളെല്ലാം ഇല്ലാതാവും. തന്ത്രപരമായി പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കും. കുടുംബാംഗങ്ങൾക്ക് ഒരു കുടുംബ സംഗമം ഉണ്ടാകുവാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു യോഗവും വന്ന് ചേരുന്നു. സർവൈശ്വര്യ പൂജയൊക്കെ നടത്തി എല്ലാവരുമായി ഒരു സൗഹൃദവും സൈശ്വര്യവും പങ്കുവയ്ക്കാനുള്ള സമയവും സന്ദർഭവും വന്നു ചേരുന്നതാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപൂർണ്ണമാക്കുവാൻ രാശിനാഥയായ മഹാലക്ഷ്മി ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനോധൈര്യം വർദ്ധിക്കും. നല്ല വിദേശ അവസരങ്ങൾ ലഭിക്കും. പല രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്തും. സാഹസികത അല്പം കൂടുന്ന സമയമാണ്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള ഒരു ആത്മധൈര്യം വന്നു ചേരും. വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കുന്നതിനുള്ള യോഗം കാണുന്നു. അകന്നുപോയ വ്യക്തികളുമായി ഒരു സൗഹൃദ ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കും. നിന്നുപോയ വീട് പണി പുനരാരംഭിക്കും. പ്രിയപ്പെട്ട വസ്തുക്കൾ കൈവശം വന്നു ചേരും. സൗഹൃദങ്ങൾ വഴി പുതിയ അവസരങ്ങൾ കൈവരികയും അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യും. പൂർവിക സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ജോലിയിൽ പുതിയ സാധ്യതകൾ തെളിഞ്ഞു വരുന്നതാണ്. മനസ്സ് ഊർജ്ജസ്വലമാകും. ആരോഗ്യകാര്യങ്ങളിലും ആശങ്കയെല്ലാം മാറി സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുവാൻ സാധിക്കും. എന്തായാലും രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിക്ക് നെയ്ദീപമൊക്കെ തെളിച്ച് ലളിതാ സഹസ്രനാമമൊക്കെ പാരായണം ചെയ്യുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സൽപ്പേര് സമ്പാദിക്കും. തൊഴിൽപരമായി പുതിയ നീക്കങ്ങൾ നടത്തും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ സംഘടിപ്പിക്കും. സർവൈശ്വര്യ പൂജയോ കുടുംബയോഗമോ ഒക്കെ നടത്തുവാനുള്ള യോഗം കാണുന്നു. പൂർവിക സ്വത്തുക്കൾ ക്രയവിക്രയം നടത്തുവാനുള്ള തീരുമാനമുണ്ടാവും. പഴയ സഹപാഠികളുമായി ഒത്തുചേരുന്നതിനും അവസരം ലഭിക്കും. വിശിഷ്ട സ്ഥലങ്ങൾ സന്ദർശിക്കും. സമൂഹത്തിൽ നല്ല അഭിപ്രായം രൂപീകരിക്കും. ഭാവി ശ്രേയസ്സിന് വേണ്ടി ഇൻഷുറൻസൊക്കെ എടുത്തു വയ്ക്കും. അതിനു വേണ്ടിയുള്ള നിക്ഷേപ സാധ്യതകൾ കണ്ടെത്തും. കൂട്ടായ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനുള്ള ശ്രമം നടത്തും. കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും. നടക്കാൻ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ ഒരു ശ്രമം നടത്തുകയും ആ ശ്രമത്തിൽ വിജയിക്കുകയും ചെയ്യും. കുടുംബത്തിൽ സന്തോഷകരമായ കൂടിച്ചേരലുകൾക്കുള്ള നേതൃത്വം വഹിക്കും. വിദേശ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. വീട്ടുപകരണങ്ങൾ വാങ്ങുന്നതിനും യോഗം കാണുന്നു. ഉദ്ദേശിച്ച യാത്രകളെല്ലാം ഗുണഫലങ്ങളിൽ എത്തിച്ചേരും. തൊഴിൽ തടസ്സവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളെല്ലാം മാറി തൊഴിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ സാധിക്കും. സാമ്പത്തിക തടസ്സങ്ങളെല്ലാം ഒരു പരിധിവരെ മാറിക്കിട്ടും. മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ രാശിനാഥയായ മൂകാംബിക ദേവിയുടെയും കൂടെ അനുഗ്രഹത്താൽ എല്ലാവിധ ശ്രേയസ്സും നിലനിന്ന് കിട്ടുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വജനങ്ങളിൽ നിന്ന് ഗുണം ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ പ്രയത്നിച്ച് പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. കുടുംബ സമേതം ഈ ദൂരയാത്രകൾ ചെയ്യുന്നതിനുള്ള ഒരു യോഗം കാണുന്നു. അത് ആത്മീയ യാത്രയാവാനും സാധ്യതയുണ്ട്. ആത്മീയവും ദൈവിക യാത്രകളൊക്കെ ആവാനുള്ള സാധ്യത കാണുന്നു. കാര്യതടസ്സങ്ങളെല്ലാം ഒരു പരിധിവരെ മാറിക്കിട്ടും.
മാനസിക സമ്മർദ്ദങ്ങൾ കുറയും. സന്താനങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കും. ബിസിനസ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ഗൗരവവും പുലർത്തും. സന്തോഷവും സംതൃപ്തിയും അനുഭവത്തിൽ വന്നു ചേരും. കുടുംബസ്വത്ത് കൈവശം വന്നു ചേരുന്നതാണ്. അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ഉപരിപഠനത്തിനുള്ള പ്രവേശന അനുമതി ലഭിക്കും. വീട് പുതുക്കിപ്പണിയും. കർമ്മരംഗത്ത് ശ്രദ്ധിക്കപ്പെടുവാൻ യോഗം കാണുന്നു. കുട്ടികളുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒരു പരിധിവരെ സഫലമാവും. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയോചിതമായി അനുഭവിക്കുന്നതിന് അനുസൃതമായി അനുഭവിക്കുവാൻ മഹാലക്ഷ്മിയുടെയും അതുപോലെ തന്നെ കുടുംബ പരദേവതയുടെയും അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി തീരുന്നതാണ്. വൃശ്ചിക രാശി. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് വഴി കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും. ഇഷ്ടകാര്യങ്ങൾ പലതും നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കൂടുതൽ പതിപ്പിക്കും. വീട്ടുകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്നതാണ്. ലക്ഷ്യബോധം വർദ്ധിക്കും. പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്തും. മാതാപിതാക്കളിൽ നിന്നും ചെറിയ രീതിയിലുള്ള ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. സാമൂഹിക രംഗത്ത് ആദരിക്കപ്പെടും. അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. ആഗ്രഹിച്ചവരുമായി ഒത്തുചേർന്ന് വിദേശ പഠനത്തിനുള്ള സാഹചര്യം തെളിഞ്ഞു വരും. സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞ് അത് പ്രയോജനപ്പെടുത്തുവാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാൻ രാശിനാഥയായ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്താൽ മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരുന്നതാണ്. ധനുരാശി. ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കും. ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് അശ്രാന്ത പരിശ്രമം ആവശ്യമായി വരും. പുതിയ സംരംഭം തുടങ്ങാൻ പറ്റിയ സമയം കണ്ടെത്തും. അതിനുള്ള പ്ലാൻ തയ്യാറാക്കും. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു ഉണർവും ഉന്മേഷവും പ്രകടിപ്പിക്കും. വിശിഷ്ട സ്ഥലങ്ങൾ സന്ദർശിക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി പുതിയ കർമ്മ പദ്ധതികൾ തയ്യാറാക്കും. കുടുംബ സാഹചര്യങ്ങൾ പുഷ്ടിപ്പെടും. ജോലി സ്ഥിരപ്പെടുവാനുള്ള യോഗം കാണുന്നു. കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ തേടിയെത്തും. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി കുടുംബ സമാധാനവും മനസ്സന്തോഷവും ലഭിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട് പണി പൂർത്തീകരിക്കുവാനുള്ള സമയമാകുന്നു. ലോട്ടറി പോലെയുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയസാധ്യത പ്രതീക്ഷിക്കാം. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള ഒരു യോഗവും കാണുന്നു. സന്തോഷവും സമാധാനവും കുടുംബാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗവും കണ്ടെത്തും. വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ വന്നു ചേരും. ഭയപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ശുഭമായി പര്യവസാനിക്കും. വീട്ടിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. അർഹമായ സ്വത്തുക്കൾ അനുഭവത്തിൽ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ പരസ്പരമിരുന്നുള്ള ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടും. പരീക്ഷണാർത്ഥം ചെയ്ത പല കാര്യങ്ങളും വിജയത്തിൽ എത്തും. ഭൂമി വിൽപ്പന സാധ്യമാവും. തൊഴിലിൽ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കും. കുടുംബവുമൊത്ത് ഒരു തീർത്ഥയാത്ര സംഘടിപ്പിക്കും. ജീവിതത്തിലെ പല നല്ല സാഹചര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ, ഏത് പ്രതിസന്ധിയെയും അനുകൂലമാക്കി തീർക്കുവാനുള്ള ഒരു കഴിവ് വന്നു ചേരുകയും ആ കഴിവ് നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യും.
രാശിനാഥനായ ശനീശ്വരൻ്റെ ചത്തൻ സ്വാമിമാരുടെയും വിഷ്ണുമായ സ്വാമിയുടെയും ആഞ്ജനേയ സ്വാമിയുടെയും കുടുംബ പരദേവതയുടെയും ജപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഉപാസനയുടെയൊക്കെ പൂർണ്ണ ഫലം കർമ്മരംഗത്ത് കർമ്മരംഗം കൂടുതൽ പുഷ്ടിയുള്ളതാക്കി തീർക്കാൻ സാധിക്കുന്നതാണ്. അതിനുള്ള എല്ലാ അനുഗ്രഹവും ദേവതകളിൽ നിന്നും ലഭിക്കുന്നതാണ്. കുംഭം രാശി. ജോലിയിലെ മാറ്റങ്ങൾ ഗുണകരമായി ഭവിക്കും. മനോബലം വർദ്ധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാകും. ഉത്തരവാദിത്വങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കുവാൻ ശ്രമിക്കും. സാമ്പത്തികമായി ഉദ്ദേശിച്ച ലക്ഷ്യം സാക്ഷാത്കരിക്കും. ചിലവുകൾ നിയന്ത്രിക്കും. പൊതുരംഗത്ത് ശ്രദ്ധിക്കപ്പെടും. ആഗ്രഹിച്ച ജോലി മാറ്റം സാധ്യമാവും. കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നല്ല ഒരു തീരുമാനത്തിൽ എത്തും. സന്താനങ്ങളുടെ ഗുണത്തിനായി പുതിയ പുതിയ കർമ്മ പദ്ധതികൾ തയ്യാറാക്കും. വീട്ടിൽ മംഗളകാര്യങ്ങൾ നടത്തുന്നതിനുള്ള ആലോചനയും ഉണ്ടാകും. ജോലിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ മാറിക്കിട്ടും. പുതിയ കോഴ്സുകൾക്ക് ചേരുവാനുള്ള സമയം ആഗതമാകുന്നു. മാനസിക സംഘർഷം കുറഞ്ഞ് സമാധാനവും സൗഭാഗ്യവും അനുഭവിക്കുവാൻ രാശിനാഥനായ സ്വാമിമാരുടെ സഹായത്തോടെ ധർമ്മശാസ്താവിൻ്റെയും ആഞ്ജനേയ സ്വാമിയുടെയും ചത്തൻ സ്വാമിമാരുടെയും വിഷ്ണുമായ സ്വാമിയുടെയൊക്കെ അനുഗ്രഹത്താൽ കുടുംബ പരദേവതയുടെ അനുഗ്രഹത്താൽ മഹാലക്ഷ്മി കൂടി അനുഗ്രഹത്തിൽ വരുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരുന്നതാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒരു നല്ല തീരുമാനത്തിൽ എത്തിച്ചേരും. ശത്രുക്കളെ മിത്രങ്ങളാക്കാനുള്ള ഒരു പുതിയ പദ്ധതി ആസൂത്രണം ചെയ്യും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. വീട്ടിൽ ശുഭകാര്യങ്ങൾ നടത്തുന്നതിനുള്ള ആലോചനയിൽ വിജയിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഒഴിയും. പുതിയ കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. പുതിയ വാഹനം വാങ്ങുവാനുള്ള ശ്രമം വിജയിക്കും. നല്ല വിദേശ അവസരങ്ങൾ ലഭിക്കും. കുട്ടികളുടെ പഠന വൈകല്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. അപേക്ഷകളും നിവേദനങ്ങളും അംഗീകരിക്കപ്പെടും. നല്ല കാര്യങ്ങൾ ചെയ്ത് കീർത്തി നേടുന്നതിനുള്ള സാഹചര്യം തെളിഞ്ഞു വരും. മികച്ച ജീവിതാനുഭവങ്ങൾ ഉണ്ടാവുന്ന ഒരു ദിവസമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുന്നതിന് രാശിനാഥനായ മഹാവിഷ്ണുവിനോടൊപ്പം തന്നെ മഹാലക്ഷ്മിയെയും പ്രാർത്ഥിച്ച് സർവൈശ്വര്യ പൂജയിലൊക്കെ പങ്കുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവിതത്തിലെ എല്ലാവിധ സൗഭാഗ്യങ്ങളും 27 നക്ഷത്രക്കാർക്കും അവരുടെ കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുമ്പോഴും മഹാലക്ഷ്മിക്ക് നെയ്ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെയും സർവൈശ്വര്യ പൂജയിലൊക്കെ പങ്കുചേരുന്നത് വഴിയും സൗഭാഗ്യങ്ങൾ നിലനിർത്തുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.